വയനാട് DCC ട്രഷററുടെയും മകന്റെയും ആത്മഹത്യയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ വിളിച്ച DCC യോഗം മാറ്റിവെച്ചു. KPCCയുടെ നിർദ്ദേശപ്രകാരമാണ് യോഗം മാറ്റിയിട്ടുള്ളത്. നിലവിൽ വിഷയം ചർച്ച ചെയ്യേണ്ടതില്ല എന്നാണ് KPCC നിലപാട്. ആത്മഹത്യയിൽ പ്രതിഷേധം ശക്തമാക്കുകയാണ് CPIM. MLA IC ബാലകൃഷ്ണന്റെ ഓഫീസിലേക്ക് ഇന്ന് CPIM-ഉം DYFI-യും മാർച്ച് നടത്തുകയും ചെയ്യുന്നുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി MS അനീഷ് കുമാർ ആണ് ചേരുന്നത്. അനീഷ്, പ്രതിഷേധം ശക്തമാകുന്നു. അതിനിടെയാണ് ഈ DCCയുടെ യോഗം മാറ്റിവെച്ചത്. എന്തുകൊണ്ടാണ് അങ്ങനെ യോഗം മാറ്റിവെക്കാൻ തീരുമാനിച്ചത്? ഇന്ന് ഉച്ചതിരിഞ്ഞാണ് വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി DCC യോഗം വിളിച്ചു ചേർത്തിരുന്നത്. എന്നാൽ അവസാന നിമിഷം ഇപ്പോൾ യോഗം മാറ്റിയിരിക്കുന്നു എന്ന വിവരമാണ് പുറത്തു വരുന്നത്. KPCC ഈ സംബന്ധിച്ച ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തൽക്കാലം ഈ വിഷയം കൂടുതൽ ചർച്ച ചെയ്ത് വഷളാക്കേണ്ടതില്ല, കാര്യങ്ങൾ ഒന്ന് തണുത്തിട്ട് മതി ഇക്കാര്യത്തെക്കുറിച്ചുള്ള വിശദമായ ചർച്ചകൾ എന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചത്. ഈ വിഷയത്തിൽ തന്നെ കോൺഗ്രസിൻ്റെ ജില്ലാ ഘടകം രണ്ട് തട്ടിലേക്ക് മാറിയിരിക്കുന്നു. ഒരു വിഭാഗം വിജയനെ അനുകൂലിക്കുന്ന അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ഒരു രമ്യമായ പരിഹാരം നേരത്തെ തന്നെ ഉണ്ടാവേണ്ടിയിരുന്നു എന്ന നിലപാട് സ്വീകരിക്കുന്നവരും, മറ്റൊരു വിഭാഗം ഇത്തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അതിനും പാർട്ടിയുമായി ബന്ധമില്ല എന്ന് പറയുന്നവരുമാണ്. എന്തായാലും IC ബാലകൃഷ്ണൻ MLA-ക്കെതിരെ അടക്കം രൂക്ഷമായ വിമർശനങ്ങൾ ഇതിനകം ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് അല്പസമയത്തിനകം CPM പ്രതിഷേധ മാർച്ച് നടത്തുന്നുണ്ട്. വലിയ പോലീസ് സന്നാഹമൊക്കെ അദ്ദേഹത്തിൻ്റെ ഓഫീസിൻ്റെ മുൻവശത്ത് ഇപ്പോൾ വിന്യസിച്ചിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. അതിനു പിന്നാലെ DYFI പ്രവർത്തകരും ഇവിടേക്ക് മാർച്ചുമായി എത്തുന്നു എന്നാണ് പറയുന്നത്. വരും ദിവസങ്ങളിൽ BJP-യും IC ബാലകൃഷ്ണൻ്റെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധങ്ങൾ കടുപ്പിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു. മറുവശത്ത് താൻ ഒരു പിശകും തനിക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറ്റിയിട്ടില്ല. ഇത്തരത്തിൽ പുറത്തു വന്നിരിക്കുന്ന കരാർ വ്യാജമാണ്. കരാറിൽ ഒപ്പിടുന്നവർ തൻ്റെ പേര് കൂടി ഇതിലേക്ക് വലിച്ചഴിച്ചതിൽ യാതൊരു സാങ്കത്യവുമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു പൂർണ്ണമായും വ്യാജരേഖ എന്ന രീതിയിലാണ് അദ്ദേഹം ഇതിനെ വിലയിരുത്തുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ജില്ലാ പോലീസ് മേധാവിക്ക് അദ്ദേഹം പരാതി നൽകും എന്നറിയിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം അദ്ദേഹം പരാതി നൽകുമെന്നാണ് അറിയാൻ കഴിയുന്നതും. ഇത്തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടയിലാണ് ഈ വിഷയമൊക്കെ അടക്കം ചർച്ചയ്ക്ക് വരും. IC ബാലകൃഷ്ണനെതിരെ ഒരു ഭാഗം രംഗത്ത് വരാൻ സാധ്യതയുണ്ട്. നേരത്തെ തന്നെ IC ബാലകൃഷ്ണൻ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു, കോൺഗ്രസിനുള്ളിലെ ഒരു വിഭാഗം ഇക്കാര്യത്തിൽ കാര്യങ്ങൾ വഷളാക്കാൻ നിൽക്കുന്നു, അല്ലെങ്കിൽ പല രേഖകളും ബാങ്കുമായി ബന്ധപ്പെട്ട രേഖകളൊക്കെ പുറത്തു വരുന്നതിൽ കോൺഗ്രസിനുള്ളിലും ചില ചർച്ചകളുണ്ട് എന്ന രീതിയിൽ അദ്ദേഹം പറഞ്ഞിരുന്നു. എന്തായാലും ഇതടക്കമുള്ള വിഷയങ്ങൾ ഇന്നത്തെ യോഗത്തിൽ ഒരുപക്ഷെ ചർച്ചയ്ക്ക് വരാനുള്ള സാധ്യതയാണ് ഉണ്ടായിരുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ തന്നെയാണ് KPCC നേതൃത്വം നേരിട്ട് ഈ യോഗം മാറ്റിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ KPCC നേതൃത്വത്തിനും ഇക്കാര്യങ്ങൾ അറിയാം എന്നാണ് CPM ആരോപിച്ചത്. NM വിജയൻ്റെ മരണത്തിന് ഉത്തരവാദികൾ KPCC-യും IC ബാലകൃഷ്ണനുമാണ്. ഇവർക്കുമെതിരെ കേസെടുക്കണം, ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തണം എന്നീ ആവശ്യങ്ങളാണ് CPM മുന്നോട്ട് വെച്ചതും. എന്തായാലും കൂടുതൽ ശക്തമായ പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇപ്പോൾ തീരുമാനം. ഇന്ന് രാവിലെ വിജയൻ്റെ മകൻ മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചെങ്കിലും നമ്മളടക്കമുള്ളവർ അവിടെ എത്തിയപ്പോഴേക്കും അദ്ദേഹം നിലപാട് മാറ്റി മറ്റൊരവസരത്തിൽ കാണാമെന്ന് അറിയിക്കുകയാണ്. എന്തായാലും കുടുംബം ഇക്കാര്യത്തിൽ എന്ത് നിലപാടെടുക്കും എന്നതാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും നിർണായകമായി മാറുന്നതും. എന്തായാലും പ്രതിഷേധം ഒരു ഭാഗത്ത് കനക്കുകയാണല്ലോ. CPM-ഉം അതോടൊപ്പം തന്നെ BJP-യും ഈ വിഷയത്തെ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. DCC യോഗം മാറ്റിവെക്കുമ്പോൾ KPCC നേതൃത്വത്തിന് ഇതിൽ പങ്കുണ്ട്. ഈ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്വം യഥാർത്ഥത്തിൽ KPCC നേതൃത്വത്തിനാണ് എന്ന് ഇന്നലെ CPM-ന്റെ ജില്ലാ സെക്രട്ടറി പറഞ്ഞ പശ്ചാത്തലം കൂടിയുണ്ട്. ഈ വിഷയത്തിൽ ഇപ്പോഴും മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ കൃത്യമായ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നുണ്ടോ അനീഷ്? കോൺഗ്രസ് നേതൃത്വം ഇക്കാര്യത്തിൽ ഒരു നിലപാടും വിശദീകരിക്കുന്നില്ല. നമ്മൾ പലവട്ടം ജില്ലാ കോൺഗ്രസിൻ്റെ പ്രധാന നേതാക്കളെയൊക്കെ ബന്ധപ്പെട്ടപ്പോഴും അവർ ഇക്കാര്യത്തിൽ ഒരു തരത്തിലുമുള്ള പ്രതികരണത്തിന് തയ്യാറല്ല എന്ന നിലപാടിലേക്കാണ് എത്തിയിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ അദ്ദേഹം മരിച്ച് പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ നടന്ന ആ ദിവസം T. സിദ്ദിഖ് MLA-യുടെ പ്രതികരണം ആരാഞ്ഞെങ്കിലും അദ്ദേഹം പറഞ്ഞത് വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടാവാം ഇത്തരം ഒരു മരണം നടന്നത് എന്നാണ്. അല്ലാതെ മറ്റ് കാരണങ്ങളൊന്നും ഇതിന് കാണാൻ കഴിയുന്നില്ല. സാമ്പത്തികമായി അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രയാസമുണ്ടോ അല്ലെങ്കിൽ മറ്റ് വ്യക്തിപരമായ എന്തെങ്കിലും
അസൗകര്യങ്ങളുണ്ടോ ബുദ്ധിമുട്ടുണ്ടോ എന്ന കാര്യങ്ങളൊന്നും തങ്ങളോടടക്കം പറഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തികച്ചും വ്യക്തിപരം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നീട് മറ്റ് കോൺഗ്രസ് പ്രവർത്തകരാരും ഈ വിഷയത്തെക്കുറിച്ച് ഒരു അക്ഷരം പോലും മിണ്ടാത്ത സാഹചര്യമാണുള്ളത്. വിജയൻ തനിച്ച് ഈ പണം വാങ്ങിയിട്ടില്ല, മറ്റ് കോൺഗ്രസ് നേതാക്കൾ കൂടി കൃത്യമായ IC ബാലകൃഷ്ണൻ അടക്കമുള്ളവർ കൂടി കൃത്യമായ പങ്ക് ഇതിൽ ഉണ്ട് എന്ന് തന്നെയാണ് CPM ആരോപിച്ചത്. 10 ലക്ഷം മുതൽ 30 ലക്ഷം രൂപ വരെ ഇത്തരത്തിൽ നിയമനത്തിനായി കോഴ നൽകിയ ആളുകളുണ്ട്. അവർക്കൊന്നും പണം തിരിച്ചു ലഭിച്ചിട്ടുമില്ല. ചിലർക്ക് 4-5 ലക്ഷം വീതമൊക്കെ 2-3 ആളുകൾക്ക് തിരിച്ചെത്തിയതായി വിവരമുണ്ട്. പക്ഷേ അവർ കൃത്യമായ ഒരു പരാതി ഈ ഘട്ടത്തിലും നൽകാൻ തയ്യാറാവുന്നില്ല. അതിൽ ഒരു പ്രധാന കാരണം വലിയ സാമ്പത്തിക ബാധ്യത വന്നു നിൽക്കുന്ന സമയമാണ്. അതുകൊണ്ട് ഈ കോൺഗ്രസ് നേതൃത്വവുമായി ഈ വിഷയം ചർച്ച ചെയ്ത് പരിഹരിച്ചാൽ ഒരുപക്ഷെ പണം മടക്കി ലഭിക്കുമെന്ന ഒരു പ്രതീക്ഷയുണ്ട്. വ്യവഹാരങ്ങളിലൊക്കെ മറ്റും പെട്ടാൽ ഒരു നിയമവിരുദ്ധമായ കൃത്യത്തിന് വേണ്ടിയാണ് ഈ പണം നൽകിയത്. പണം നൽകിയവരും വാങ്ങിയവരുമൊക്കെ ഒരുപോലെ പ്രതികളാവുന്ന ഒരു സാഹചര്യവും നിലവിലുണ്ട്. അതുകൊണ്ട് ഇപ്പോഴും ഒരു ഒത്തുതീർപ്പിനുള്ള ചർച്ചകൾ അണിയറയിൽ പുരോഗമിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം ഈ വിഷയം നേരത്തെ തന്നെ KPCCയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളതാണ്. 2019 IC ബാലകൃഷ്ണനെതിരെ ഒരു കത്തൊക്കെ പുറത്തു വന്നിരുന്നു. പിന്നീട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന കരാറും നേരത്തെ പുറത്തു വന്നതായിരുന്നു. അന്ന് ഇതിൻ്റെ നിജസ്ഥിതി അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് KPCCക്ക് കത്ത് നൽകുകയും ഒരു സബ് കമ്മിറ്റിയെ വെച്ച് ഈ വിഷയം അന്വേഷണ സമിതിയെ വെച്ച് ഈ വിഷയം അന്വേഷിക്കുകയും അടിസ്ഥാനരഹിതമായ ആരോപണമെന്ന് കരുതി ഈ വിഷയം തള്ളുകയും ചെയ്തു. എന്തായാലും ഇതടക്കമുള്ള കാര്യങ്ങൾ KPCCയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് KPCC ഈ വിഷയം അറിഞ്ഞിട്ടില്ല. സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിന് ഈ വിഷയം അറിഞ്ഞിട്ടേ ഇല്ല എന്ന രീതിയിൽ കൈ കഴുകാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. എന്തായാലും അത്തരമൊരു സാഹചര്യം നിലനിൽക്കുന്ന അവസ്ഥയിൽ കൂടിയാണ് ഈ വിഷയം വലിയ സങ്കീർണമായി തൽക്കാലം ചർച്ച ചെയ്യേണ്ടതില്ല. ഈ പ്രതിഷേധങ്ങളും മറുവശത്ത് വരുന്ന ആരോപണങ്ങളും വിവാദങ്ങളും ഒക്കെ കെട്ടടങ്ങിയിട്ട് മാത്രം DCC ട്രഷററായിരുന്നയാളുടെ അല്ലെങ്കിൽ ജില്ലയിലെ ഏറ്റവും പ്രബലനായ കോൺഗ്രസ് നേതാവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്താൽ മതി എന്ന നിലപാടിലേക്ക് കോൺഗ്രസ് എത്തിയിരിക്കുന്നത്. ഒപ്പം ഈ വിഷയത്തിൽ IC ബാലകൃഷ്ണന്റെ രാജി ആണ് ഇടതുപക്ഷം ആവശ്യപ്പെടുന്നത്. അതേസമയം IC ബാലകൃഷ്ണൻ കഴിഞ്ഞ ദിവസം അടക്കം വ്യക്തമാക്കിയിട്ടുള്ളത് തനിക്കിത്തരം കാര്യങ്ങളെക്കുറിച്ച് ധാരണയില്ല, തൻ്റെ പേര് ഒരു കരാറിൽ ചേർത്തിട്ടുണ്ടെങ്കിൽ അത് താൻ അറിയേണ്ടതല്ലേ, താൻ അറിഞ്ഞിട്ടില്ല, കഴിഞ്ഞ ദിവസമാണ് ഇത് അറിയുന്നത് എന്നുള്ളതാണ് IC ബാലകൃഷ്ണന്റെ പ്രതികരണം. ഇതുമായി ബന്ധപ്പെട്ട് നിയമപരമായി മുന്നോട്ട് പോകുമെന്ന് അദ്ദേഹം പറയുന്നു, പരാതി നൽകും എന്ന് പറയുന്നു. ഇന്ന് MLA പരാതി നൽകുവാനുള്ള സാധ്യതയുണ്ടോ? തീർച്ചയായും ഇന്ന് അദ്ദേഹം പരാതി നൽകുമെന്നാണ് രാവിലെ അറിയിച്ചത്. ഒരുപക്ഷെ അദ്ദേഹം കൽപ്പറ്റയിലേക്ക് പോയി കാണാം. ജില്ലാ പോലീസ് മേധാവിക്ക് നേരിട്ട് പരാതി നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇവിടെ DYSPയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ കേസ് അന്വേഷണം പുരോഗമിക്കുന്നത്. അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പ്രാഥമികമായി ഉള്ള തെളിവ് ശേഖരണം ഇപ്പോൾ പുരോഗമിക്കുന്നുവെന്ന് അറിയാനും കഴിയുന്നു. ആദ്യം തന്നെ ഈ മരിച്ച വിജയൻ്റെ കുടുംബാംഗങ്ങളുടെ പ്രത്യേകിച്ചും മകൻ്റെയും മരുമകളുടെയും അടക്കമുള്ള സഹോദരങ്ങളുടെയൊക്കെ മൊഴി രേഖപ്പെടുത്തുന്ന നടപടികളിലേക്ക് പോലീസ് കഴിയും. അതിനുശേഷമാവും പീറ്ററിനെ വിശദമായി ചോദ്യം ചെയ്യുക. ആദ്യഘട്ടത്തിൽ ഈ കേസിൻ്റെ തുടക്കത്തിൽ അന്വേഷണ സംഘം ഈ പീറ്ററിനെ ചോദ്യം ചെയ്തിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. കാരണം അദ്ദേഹവുമായി ബന്ധപ്പെട്ട വിവാദ കരാറിൻ്റെ പകർപ്പ് പുറത്തു വന്ന ഒരു സാഹചര്യത്തിലാണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കരാറിലെ വിജയൻ്റെ ഒപ്പും പീറ്ററിൻ്റെ ഒപ്പും ഒക്കെ കൃത്യമാണ്. അത് ഒരു വെണ്ടറുടെ സാന്നിധ്യത്തിൽ മുദ്രപത്രത്തിൽ തയ്യാറാക്കിയ കരാറാണ് എന്ന് ആണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഒരു നിയമപരമായ സാധ്യതയൊക്കെ പിന്നീട് എത്രമാത്രം നിലനിൽക്കുമെന്ന് അറിയില്ല. പക്ഷേ ഒരു യഥാർത്ഥ രേഖയാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് കൃത്യമാണ്. ആ രേഖ യഥാർത്ഥമാണോ എന്ന ചോദ്യത്തിന് IC ബാലകൃഷ്ണൻ്റെ ഭാഗത്തുനിന്നും ഇന്നലെ കൃത്യമായ മറുപടി ഉണ്ടായില്ല. പക്ഷേ അദ്ദേഹം പറയുന്നത് ഒരു രേഖയിൽ എൻ്റെ പേര് എഴുതി വെക്കുമ്പോൾ എന്നോടുള്ള സമ്മതം ചോദിക്കണം, അല്ലെങ്കിൽ തൻ്റെ കൂടി സമ്മതപ്രകാരമായിരിക്കണം ഇത്തരമൊരു കരാർ തയ്യാറാക്കേണ്ടത്. പക്ഷേ ഇത്തരമൊരു കരാർ തയ്യാറാക്കിയപ്പോൾ തന്നോട് ഒരു തരത്തിലുമുള്ള ആശയവിനിമയങ്ങൾ നടത്തുകയോ അല്ലെങ്കിൽ ഈ പണം വാങ്ങിയതുമായി ബന്ധപ്പെട്ട് തനിക്കൊരു ബന്ധം ഇല്ലാത്ത ഒരു സാഹചര്യമുണ്ട്. ഒപ്പം ഈ പണം നൽകിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പണം നൽകിയത് തിരിച്ചു നൽകിയില്ലെങ്കിൽ അല്ലെങ്കിൽ ജോലി നൽകിയില്ലെങ്കിൽ താൻ ഒരു പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ വയനാട്ടിൽ ഏറെ വർഷമായുള്ള ആളാണ്. മുൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നു, നിലവിൽ MLA ആണ്. ഒരാൾ പോലും, അതായത് പണം നൽകിയ ഒരാൾ പോലും തൻ്റെ അടുത്ത് പരാതിയുമായി വന്നിട്ടില്ല, അല്ലെങ്കിൽ കോൺഗ്രസിന് എന്തെങ്കിലും ഔദ്യോഗികമായ കത്തിടപാടുകളോ മറ്റോ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുമില്ല. അതുകൊണ്ട് ഈ പണം വാങ്ങിയോ എന്ന കാര്യത്തിൽ തനിക്ക് യാതൊരു വ്യക്തതയുമില്ല എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. പക്ഷേ വിജയൻ്റെ കരാറിൽ ഇതുമായി ബന്ധപ്പെട്ട IC ബാലകൃഷ്ണൻ്റെ പേര് കൃത്യമായി ചേർത്തിട്ടുമുണ്ട്. അതുകൊണ്ട് ഈ ബാങ്ക് മാത്രമല്ല, വയനാട്ടിലെ പല സഹകരണ ബാങ്കുകളിലും ഇത്തരത്തിലെ വ്യാപകമായ നിയമന കുംഭകോണങ്ങൾ നടന്നു എന്ന ആരോപണമാണ് CPM-ഉം BJP-യും മുന്നോട്ട് വയ്ക്കുന്നത്.
മറ്റു പല ബാങ്കുകളിലും ഇത്തരത്തിൽ വൻതോതിൽ പണം ഇറങ്ങിയിട്ടുണ്ടെന്ന് അവർ വ്യക്തമാക്കുന്നു. ഇക്കാര്യങ്ങളെക്കുറിച്ചൊക്കെ സമഗ്രമായ അന്വേഷണമാണ് അവർ ആവശ്യപ്പെടുന്നത്. എന്തായാലും പുതിയ നേതൃത്വം CPM-ന് വയനാട്ടിൽ ഉണ്ടായിരിക്കുന്ന സാഹചര്യം, തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് അടക്കം വരാനിരിക്കുന്ന ഒരു സാഹചര്യം, കോൺഗ്രസിന് ശക്തമായ വേരുകളുള്ള ഒരു ജില്ലയാണ്. തദ്ദേശ സ്ഥാപനങ്ങളിലായാലും മറ്റ് ജനപ്രതിനിധികളായാലും ഒക്കെ ലക്ഷങ്ങളുടെ വോട്ടിന് കോൺഗ്രസ് ജയിക്കുന്ന ഒരിടമാണ്. അവിടെ ഒരു അപ്രതീക്ഷിത ആയുധമാണ് BJP-ക്കും CPM-നും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ലഭിച്ചിരിക്കുന്നത്. പക്ഷേ കോൺഗ്രസിനുള്ളിലും വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് തന്നെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ട്രഷററുടെ മരണം മാറിയിരിക്കുന്നു. വലിയ ഒരു സമ്മർദ്ദത്തിലായി കഴിഞ്ഞിരിക്കുന്നു നേതാക്കൾ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അഭിലാഷ്. യെസ്, ഇതാണ് സാഹചര്യം. എന്തായാലും വലിയ പ്രതിഷേധം നടക്കുകയാണ്. NM വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് IC ബാലകൃഷ്ണന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ഇടതുപക്ഷം പ്രതിഷേധം ശക്തമാക്കുമ്പോൾ ഈ വിഷയത്തിൽ ഇപ്പോഴും മൗനം തുടരുകയാണ് KPCC.